ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, T20 ലോകകപ്പ് ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ആതിര, ലോകകപ്പിന്റെ ഫൈനൽ മത്സരം ശരിക്കും ഒരു ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മത്സരം പരിശോധിച്ചാൽ ദക്ഷിണാഫ്രിക്ക രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി 4 പന്തിൽ നിന്ന് 12 റൺസ് കൂടിയാണ് ജയിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം, തുടക്കത്തിൽ ദക്ഷിണാഫ്രിക്ക ഒന്ന് പതറി കളിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ശക്തമായി തന്നെ തിരിച്ചു വന്ന ദക്ഷിണാഫ്രിക്ക ഹെൻറിച്ച് ക്ലാസിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനത്തിലാണ് മികച്ച ഒരു സ്കോർ പടുത്തുയർത്തിയത്. എന്നാൽ അവസാന നിമിഷം ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും എറിഞ്ഞ അവസാനത്തെ 2 ഓവറുകളിലാണ് ദക്ഷിണാഫ്രിക്ക ഒന്ന് പരിങ്ങലായത്. എന്നാൽ അവസാന ഓവർ എറിഞ്ഞ ഹാർദിക് പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ ഡേവിഡ് മില്ലറിന്റെ വിക്കറ്റ് വീഴ്ത്തിയതോടുകൂടി ദക്ഷിണാഫ്രിക്ക പരിങ്ങലായിരിക്കുകയാണ്. അടുത്ത ഇനി എറിയാനുള്ള 4 പന്തുകളിൽ നിന്ന് 12 റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി ജയിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. ഹാർദിക് പാണ്ഡ്യ മികച്ച ഫോമിൽ തന്നെയാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എറിഞ്ഞ രണ്ടാമത്തെ പന്ത് ബൗണ്ടറി വായിച്ചുകൊണ്ട് റബാഡയാണ് ക്രീസിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ 4 പന്തിൽ നിന്ന് 12 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ്. അത് അത് പിന്തുടരാൻ, അതായത് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ലോക കിരീടം സ്വന്തമാക്കാൻ സാധിക്കും. ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇരു ടീമുകൾക്കും ലോക കിരീടം കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. 3 പന്തിൽ നിന്ന് 11 റൺസാണ് ടീം ഇന്ത്യക്ക്, അതായത് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി ജയിക്കാൻ ആവശ്യമുള്ളത്. ടീം ഇന്ത്യക്ക് ഇനി ആവശ്യമുള്ളത് 3 പന്ത് കൃത്യമായി തന്നെ പ്രതിരോധിക്കുക. മാത്രമല്ല, അവർക്ക് 3 പന്തിൽ 3 വിക്കറ്റുകൾ കൂടി സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇരട്ടി മധുരം. 7 വിക്കറ്റുകളാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നിലവിൽ നഷ്ടമായിട്ടുള്ളത്. 166 റൺസിന് 7 വിക്കറ്റ് നഷ്ടത്തിലെന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക നിലവിലുള്ളത്. അവരുടെ സ്കോർ പരിശോധിച്ചാൽ ഹെൻറിച്ച് ക്ലാസൻ 52 റൺസ്, 27 പന്തിൽ നിന്ന് 52 റൺസ് എടുത്ത ഹെൻറിച്ച് ക്ലാസന്റെ മികവിലാണ് ദക്ഷിണാഫ്രിക്ക വിജയത്തിലേക്ക് കുതിച്ചത്. എന്നാൽ അവസാന ഓവറുകൾ എറിയാൻ വന്ന നമുക്കറിയാം, ജസ്പ്രീത് ബുംറയുടെ ആ ഒരു സ്പെല്ലാണ് ദക്ഷിണാഫ്രിക്കയെ മത്സരത്തിന്റെ ഒരു ഗതിയിലേക്ക് എത്താതെ മാറ്റിവിട്ടത്. നിലവിൽ നമുക്കറിയാം, പരിശോധിക്കുകയാണെങ്കിൽ അതായത് അവസാനത്തെ 4ാമത്തെ പന്ത് എറിയാൻ പോകുന്ന ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ നിലവിൽ 2 പന്തിൽ നിന്ന് 10 റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. 1 പന്ത് കൂടി ഇന്ത്യ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലോക കിരീടത്തിൽ മുത്തമിടുവാൻ സാധിക്കും. ഈ ഒരു പന്ത് ദക്ഷിണാഫ്രിക്ക സിക്സറോ ബൗണ്ടറി ഒന്നും അടിക്കാതെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് രണ്ടാമത്തെ T20 വിശ്വകിരീടം ഇന്ത്യയുടെ ഷെൽഫിൽ സുരക്ഷിതമായി സൂപ്പർ ത്രില്ലറിലേക്ക് ത്രില്ലർ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന ലാപ്പിലെത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് 2020 ലോകകപ്പ് കടക്കുകയാണ്. ഇപ്പോൾ എന്തായാലും 2 പന്തിൽ നിന്ന് 10 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് വിജയിക്കാൻ, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക വിജയിക്കാൻ ആവശ്യമായത്. 2 പന്തിൽ നിന്നും 10 റൺസ് മാത്രമാണ്. ആ ഒരു 2 പന്ത് കൂടി ഡിഫെൻഡ് ചെയ്താൽ ടീം ഇന്ത്യക്ക് ഒരു വിശ്വകിരീടം വീണ്ടും സ്വന്തമാവുകയാണ്. 2007-നും 2010-നും ശേഷം ഇന്ത്യ ഒരു ലോകകപ്പിൽ മുത്തമിടാൻ ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടത് 2 പന്ത് മാത്രമാണ്. സ്പോർട്സിൽ നിന്ന് ശരത്ത് തുടരുന്നുണ്ട്. ശരത്ത്, മത്സരം ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് കിടക്കുകയാണല്ലേ? അതെ, ഇനി ഒരു നോബോളോ മറ്റു വൈഡുകളോ ഒന്നും പിറന്നില്ലെങ്കിൽ ഈ ഒരു പന്തിനെ ഡിഫീറ്റ് ചെയ്യും, അതായത് ഈ ഒരു പന്തിനെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു പന്തിൽ പിന്നീട് ദക്ഷിണാഫ്രിക്ക എത്ര റൺസ് നേടുവാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ പന്ത് ഹാർദിക് പാണ്ഡ്യ എറിയാൻ പോവുകയാണ്. ഈ പന്ത് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഈ പന്ത് ഒരു വൈഡായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 2 പന്തിൽ നിന്ന് 9 റൺസാണ് ജയിക്കാൻ വേണ്ടത്. ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ ആ 5ാം പന്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് രണ്ടാമത്തെ വിശ്വകിരീടം T20 വിശ്വകിരീടം ഇന്ത്യയുടെ ഷെൽഫിൽ എത്തിക്കാൻ സാധിക്കും. അതും അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ആ ഒരു ലോക കിരീടം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്ന് നമുക്ക് തട്ടിപ്പിടിക്കാം. അതായത് ഏകദേശം ദക്ഷിണാഫ്രിക്ക കിരീടം സ്വന്തമാക്കി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഇന്ത്യയുടെ പേസ് നിരയിലെ ആക്രമണത്തിലെ കുന്തമുനയായ ജസ്പ്രീത് ബുംറ പന്തെറിയാൻ എത്തുന്നത്. ജസ്പ്രീത് ബുംറയുടെ ആ ഒരു ഓവറിൽ അദ്ദേഹം മികച്ച രീതിയിലാണ് ഓവർ പൂർത്തിയാക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം ജസ്പ്രീത് ബുംറയുടെ ആ ഒരു സ്പെല്ലിന് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിനുശേഷം വന്ന അർഷ്ദീപ് സിംഗ് മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ തന്റെ അവസാനത്തെ 2 പന്തുകൾ അദ്ദേഹം ഒന്ന് വൃത്തിക്ക് എറിഞ്ഞു കൊടുത്താൽ മാത്രം മതി. ആ 2 പന്തുകൾ അദ്ദേഹം ഫിനിഷ് ചെയ്താൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ജയിക്കുവാൻ സാധിക്കും. ഇന്ത്യ ഒരു വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മത്സരം ആവേശകരം. ഇന്ത്യയുടെ കയ്യിൽ കിരീടം എത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു പന്തിൽ നിന്ന് 9 റൺസ് മാത്രമാണ് വേണ്ടത്. ഒരു 9 റൺസ് വേണം എന്ന അസാധ്യമായ ഒരു ഇതാണ്. അതായത് എക്സ്ട്രാ റൺ ഒന്നും വന്നില്ലെങ്കിൽ മത്സരം ഇന്ത്യയുടെ കയ്യിൽ തന്നെ എത്തി. ഇന്ത്യയുടെ ഷെൽഫിലേക്ക് ഒരു ലോക കിരീടം കൂടി എത്തുകയാണ്. ഇനി വേണ്ടത് ദക്ഷിണാഫ്രിക്ക വിജയിക്കാൻ വേണ്ടത് 1 പന്തിൽ നിന്നും 9 റൺസാണ്. ഒരു വിക്കറ്റ്, നിർണായകമായ ഒരു വിക്കറ്റ് കൂടി ഇന്ത്യക്ക് സ്വന്തമായിരിക്കുകയാണ്. ഇന്ത്യക്ക് മത്സരം ഇന്ത്യയുടെ ഷെൽഫിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ലോക കിരീടം കൂടി ഇന്ത്യയുടെ ഷെൽഫിലേക്ക് എത്തിക്കാൻ ഇനി 1 പന്ത് കൂടി ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരം ഒരു ഘട്ടത്തിൽ ഹെൻറിച്ച് ക്ലാസൻ
മത്സരം ദക്ഷിണാഫ്രിക്കയുടെ കൈകളിൽ എത്തിച്ച മത്സരമാണ്. അവിടെ നിന്നാണ് ജസ്പ്രീത് ബുംറ മത്സരം ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തിച്ചത്. പിന്നീട് ഇങ്ങോട്ട് തുടരെ വിക്കറ്റുകൾ നഷ്ടമായി. ഹർഷദീപ് സിംഗും ഒപ്പം ഹർദിക് പാണ്ഡ്യയും അവസാന ഓവറുകൾ മനോഹരമായി തന്നെ ബൗൾ ചെയ്തു. മത്സരം അങ്ങനെ വീണ്ടും ഇന്ത്യയുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. ടീം ഇന്ത്യക്ക് ഒരു ലോക കിരീടം, ഒരു വിശ്വ കിരീടത്തിന് വേണ്ടി ഇനി വെറും ഒരു പന്തിന് മാത്രമാണ് ശേഷിക്കുന്നത്. ശരത്ത് തുടരുന്നുണ്ട്. ശരത്ത് തുടരാം. കാരണം നമുക്കറിയാം ഇനി ഒറ്റ പന്ത് മാത്രമാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ഷെൽഫിൽ കിരീടം എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു പന്ത് മനോഹരമായ രീതിയിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ലോക കിരീടം, രണ്ടാമത്തെ T20 ലോക കിരീടം ഇന്ത്യയുടെ പക്കൽ സുരക്ഷിതമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ലോക കിരീടം നമുക്ക് ഏറെക്കുറെ ഇന്ത്യ കിരീടം സ്വന്തമാക്കി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കാരണം ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ഒരു പന്തിൽ കേവലം അവർ ഒരു നോബോളോ വൈഡോ ഒന്നും പിറന്നില്ലെങ്കിൽ ആ ഒരു പന്ത് മനോഹരമായി എറിയാൻ സാധിച്ചാൽ കിരീടം ഒരു കാരണവശാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിരീടം നഷ്ടപ്പെടില്ല. ഏതായാലും അവസാന പന്ത് എറിയാനായി ഹാർദിക് പാണ്ഡ്യ മുന്നോട്ട് വരികയാണ്. നമുക്ക് ആ പന്ത് പരിശോധിക്കാം. ഏതായാലും ആ പന്ത് ദക്ഷിണാഫ്രിക്കൻ താരം അടിച്ചു പറത്തുകയാണ്. പക്ഷേ ആ പന്ത് കൃത്യമായി തന്നെ ഇന്ത്യൻ ഫീൽഡർമാരുടെ കയ്യിലെത്തുന്നു. ഇതാ ഇന്ത്യക്ക് രണ്ടാമത്തെ ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യ രണ്ടാമത്തെ ലോക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. 2007 ശേഷം ഇന്ത്യ 2020 ലോകകപ്പിലെ വിശ്വ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. 2011 ശേഷം വീണ്ടും ഇന്ത്യയുടെ ഷെൽഫിലേക്ക് ഒരു ലോക കിരീടം എത്തിയിരിക്കുകയാണ്. T20 ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടീം ഇന്ത്യ 7 റൺസിന്റെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ എന്ന നായകന് കീഴിൽ ഈ ടീം ഇന്ത്യ ഒരു വിജയം സ്വന്തമാക്കി, ഒരു ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2023 ഏകദിന ലോകകപ്പിൽ നഷ്ടമായ, കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ഒരു ലോക കിരീടം 2020 ലോകകപ്പോടുകൂടി ടീം ഇന്ത്യ സ്വന്തം ഷെൽഫിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ രോഹിത് ശർമ്മ ഏത് ഘട്ടത്തിൽ നോക്കിയാലും അദ്ദേഹം ഒരു മികച്ച നായകൻ എന്ന രീതിയിലേക്ക് ഉയർന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരേപോലെ തിളങ്ങിയ ടീം ഇന്ത്യ അങ്ങനെ ഒരു വിശ്വ കിരീടം ഇന്ത്യയുടെ ഷെൽഫിൽ എത്തിച്ചിരിക്കുകയാണ്. 2020 ലോക ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒരു ഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയ മത്സരം ഇന്ത്യയുടെ ബൗളർമാർ ഇന്ത്യക്ക് തിരിച്ച് വാങ്ങി നൽകുകയായിരുന്നു. അങ്ങനെ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ടീം ഇന്ത്യ വിശ്വ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം, രാഹുൽ ദ്രാവിഡ് എന്ന പരിശീലകന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വിടവാങ്ങൽ തന്നെയാണ് ഈ ഒരു നിമിഷം. കാരണം കഴിഞ്ഞ 3 ഫൈനൽ മത്സരങ്ങൾ ഇന്ത്യ രാഹുൽ ദ്രാവിഡ് എന്ന പരിശീലകന് കീഴിൽ കളിച്ചിട്ടുണ്ട്. 2 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഒരു ഏകദിന ഫൈനലും രാഹുൽ ദ്രാവിഡ് എന്ന പരിശീലകന് കീഴിൽ ടീം ഇന്ത്യ കളിച്ചിട്ടുണ്ട്.